ഹെവൻലി വിഷൻ ബൈബിൾ ക്വിസ് ഫിലേമോൻ്റെ ലേഖനം. ചോദ്യം 1. പൗലോസിൻ്റെ ലേഖനമായ ഫിലോമോൻ്റെ ലേഖനം എഴുതുവാൻ പൗലോസിനെ സഹായിച്ച വ്യക്തിയാര്? ഉത്തരം തിമോത്തിയോസ്. വാക്യം 1. ചോദ്യം 2. ക്രിസ്തേശുവിൻ്റെ ബദ്ധൻ എന്ന് തന്നെക്കുറിച്ച് പൗലോസ് ഈ ലേഖനത്തിൽ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു? ഉത്തരം 2 പ്രാവശ്യം. വാക്യം 1ഉം 8ഉം. ചോദ്യം 3. പൗലോസിൻ്റെയും തിമോത്തിയോസിൻ്റെയും കൂട്ടുവേലക്കാരൻ എന്ന് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ഉത്തരം ഫിലേമോനെ. വാക്യം 1ഉം 2ഉം. ചോദ്യം 4. പൗലോസിൻ്റെയും തിമോത്തിയോസിൻ്റെയും സഹപഠൻ ആര്? ഉത്തരം അർക്കിപ്പോസ്. വാക്യം 2. ചോദ്യം 5. കൃപയും സമാധാനവും ആരിൽ നിന്നും അഥവാ ആരിൽ നിന്നെല്ലാം ഉണ്ടാകട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്? ഉത്തരം പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും. വാക്യം 3. ചോദ്യം 6. പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഓർത്ത് സ്തോത്രം ചെയ്യുന്നത് ആരെക്കുറിച്ച്? ഉത്തരം ഫിലേമോനെക്കുറിച്ച്. വാക്യം 6. ചോദ്യം 7. പൗലോസിന് വളരെ സന്തോഷവും ആശ്വാസവും നൽകിയ ഫിലോമോൻ്റെ പ്രവൃത്തി ഏതായിരുന്നു? ഉത്തരം സ്നേഹത്താൽ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചത്. വാക്യം 7. ചോദ്യം 8. ആരെക്കുറിച്ചാണ് വയസ്സൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം പൗലോസിനെ. വാക്യം 9. ചോദ്യം 9. പൗലോസ് ഫിലേമോനോടുള്ള സ്നേഹനിമിത്തം ആർക്കു വേണ്ടിയാണ് അപേക്ഷിക്കുന്നത്? ഉത്തരം ഒനേസിമോസിന് വേണ്ടി. വാക്യം 10. ചോദ്യം 10. പൗലോസിനാൽ സുവിശേഷം കേട്ട് ജയിലിൽ വെച്ച് രക്ഷിക്കപ്പെട്ട വ്യക്തി ആര്? ഉത്തരം ഒനേസിമോസ്. വാക്യം 10. 11. ചോദ്യം. നല്ല പ്രയോജനം ഉള്ളവൻ എന്ന് പൗലോസ് ആരെക്കുറിച്ച് പറയുന്നു? ഉത്തരം ഒനേസിമോസിനെ കുറിച്ച്. വാക്യം 11. ചോദ്യം 12. പൗലോസിന് പ്രാണപ്രിയൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ? ഉത്തരം ഒനേസിമോസിനെ. വാക്യം 12. ചോദ്യം 13. ഒനേസിമോസ് ഫിലേമോനോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ ആരുടെ പേരിൽ കണക്കിടുവാനാണ് പൗലോസ് പറയുന്നത്? ഉത്തരം പൗലോസിൻ്റെ പേരിൽ. വാക്യം 18. ചോദ്യം 14. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കുക എന്ന് പൗലോസ് ആരോട് പറയുന്നു? ഉത്തരം ഫിലേമോനോട്. വാക്യം 20. ചോദ്യം 15. തനിക്ക് എന്ത് ഒരുക്കിക്കൊള്ളുവാനാണ് പൗലോസ് പറയുന്നത്? ഉത്തരം പാർപ്പിടം. വാക്യം 22. ചോദ്യം 16. പൗലോസിൻ്റെ സഹബദ്ധൻ ആര്? ഉത്തരം എപ്പഫ്രാസ്. വാക്യം 23. ചോദ്യം 17. ഫിലേമോനെ വന്ദനം ചെയ്യുന്നവരിൽ പൗലോസിൻ്റെ കൂട്ടുവേലക്കാരിൽ 4 പേരെ ഏറ്റവും അവസാനമായി ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. അവർ ആരൊക്കെ? ഉത്തരം മർക്കോസ്, അരിസ്തർക്കോസ്, ദേമാസ്, ലൂക്കോസ്. വാക്യം 24. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.